Audience. യേശു പിറന്ന നാളിൽ പണ്ടേ കൊടങ്ങാവളിൽ ഇതേപോലെ ക്രിസ്മസിന്റെ പരിപാടി വന്നപ്പോഴത്തേന് ആര് ഇത് പുൽക്കൂടുണ്ടാക്കും, ആര് ട്രീ ഒരുക്കും എന്ന് പറഞ്ഞ് ഭയങ്കര തർക്കം. ഒരു ദിവസം രാത്രി ഞാൻ എന്തോയെന്നറിയാം, ഞാൻ പോയി പുല്ലെല്ലാം കൂടെ വെട്ടി കുറെ കമ്പൊക്കെ സെറ്റ് ചെയ്ത് ഒരു കിടുക്കാച്ച് പുൽക്കൂട് പള്ളിയുടെ ഫ്രണ്ടിലങ്ങ് പണിഞ്ഞ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് രാവിലെ പള്ളിയിലച്ഛൻ നടക്കാറിങ്ങി പോയിട്ട് വരുമ്പോ കാണുന്ന എന്തോ അറിയോ, വത്തിക്കാനിൽ പോലും തോറ്റു വന്നാലോ ഒന്നാന്തര പുൽക്കൂട് കത്തി പ്രകാശപൂരിതമായിട്ട് നിൽക്കും, ഒരു 50,000 സ്റ്റാറും. അപ്പൊ തന്നെ പള്ളിയിലച്ഛൻ എന്നെ വിളിച്ചിട്ട് ഒരു ചെറിയ ഒരു ഇതും തന്ന് 50 രൂപയും തന്നു. ഇഷ്ടപ്പെട്ടു. ഭയങ്കര ചർച്ചയെ കൊടുങ്ങാവളെ തിരുവനന്തപുരം ജില്ല എല്ലാം അറിഞ്ഞത്. ശരിയാ എന്ത് അന്ന് പിന്നെ എന്നിട്ട് പൊന്നാടയും കിട്ടിയായിരുന്നു. പൊന്നാടയല്ലേ, ഒരു കുപ്പി ഗ്ലാസ്സിൽ നിന്ന് 50 രൂപയും പിന്നെ വേറെ ഒരു സാധനം തന്നു പള്ളി ഇരിക്കുന്നത്. ഉണ്ണിയേശുവിനെ പോക്കത്തില്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേരി, ജോസഫ്, പിന്നെ ഈ ആട്ടിടയന്മാര്, ആട് അതെല്ലാം വെച്ചിട്ട് വെക്കും. ഫൈനൽ പരിപാടി കഴിഞ്ഞു. നീ വാ, ഇവിടെ താടി ആണ്ട സ്വിച്ച് കൊണ്ടാത്തോട്ട് ഇത് വെച്ച് കുത്തും. ഇറങ്ങി വാ. കൊറേ നേരം ആയല്ലോടാ സുഹൃത്തെ, ഇത് കിഴങ്ങ് കണ്ടിച്ചിട്ട് പുടുങ്ങുന്ന പോലല്ലേ, ഇത് ആർട്ടാണ്, ആർട്ട്. ആ സ്വിച്ചിട്, സ്വിച്ചിട്. കത്തുന്നില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുകൂടെ നോക്കിയേ, അത് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ കുത്ത്. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നീ ഇത് തെളിച്ചു വരുമ്പോഴത്തേക്കും ക്രിസ്തുമസും കഴിയും, ന്യൂ ഇയറും കഴിയും. ഹലോ, ഇതിന്റെ എഞ്ചിനീയർ ക്ലീറ്റോ കൊടങ്ങാവളല്ല, റൊണാൾഡ് കൊടങ്ങാവള കേട്ടോ. ഞാൻ ഇത്രയും നാള് പുൽക്കൂട് പണിഞ്ഞതിനകത്ത് ഒരിടത്ത് പോലും പരാജയം സംഭവിച്ചിട്ടില്ല. എടാ, എപ്പ തുടങ്ങിയതാ? 10 മണിക്കിനകത്ത് കയറി നിക്കണല്ലേ നിങ്ങള്? സുഹൃത്തെ, ഇതിന് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം വേണം. ഏത് ഇടാനോ? പിന്നെ ബെത്ലഹേം പോലെ തോന്നണം. ഇനി ഇവിടെ പഞ്ഞു കൊണ്ട് നിരത്തും. ഒറിജിനൽ ആട്ടിടന്മാർ ഇവിടെ വരും. അയ്യോടിയേ മക്കളെ, ക്ലീറ്റോ ഡാഡിയും കനകമാമനും കൂടി ശരിയാക്കി തരും കേട്ടോ. ഒന്നുമല്ല, ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഇത്ര ഒരുക്കാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ കിങ്ങിണി പോലുള്ള ഈ ബൾബ് എത്തിക്കാനാണ് എത്ര ഒരുക്കാങ്കി ഇത് ഇത്ര റെഡിയാക്കാങ്കി. എത്ര റെഡി ആക്കിയത്? പുൽക്കൂട്, പാവകള്, ക്രിസ്മസ് ട്രീ. ഇത് കണ്ടിട്ടൊന്നും പറയില്ലേ? ഇത് കണ്ടിട്ട് മനസ്സിലായി, ട്രീ ആണ്. പക്ഷെ അത് കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ അതിനകത്ത് തൂക്കിയിട്ടു. ഇത് പുൽക്കൂട് പൈസ കൊടുത്ത് മേടിച്ചു, ഈ സാധനം പൈസ കൊടുത്ത് മേടിച്ചു. 4 വൈക്കോൽ അതിനകത്ത് നിരത്തിയിട്ട് അത് നിരത്തി വെച്ചു. വീട്ടിൽ കിടക്കണ മേശ ഇവിടെ എടുത്ത് അതിനകത്ത് ഷീറ്റ് വിട്ടു. ഇതിൽ കൂടെ എന്താ ഇതിനകത്ത് ചെയ്തേക്കണം? കടയിൽ നിന്ന് ഇത് എങ്ങനെയാണ് വന്നത്? കടയിൽ നിന്ന് വന്നപ്പോ ഇത് എങ്ങനെയായിരുന്നു വെച്ചത്? ഒരു കുഞ്ഞു ബോക്സിനകത്ത്. ഇത് തച്ചുശാസ്ത്ര പ്രകാരം എന്റെ തല നന്നായിട്ട് പുകഞ്ഞിട്ട് ചെയ്ത സാധനമാണിത്. ഇത് കണ്ടോ? ഇവിടെ കളിച്ച പോലെ തോന്നത്തില്ലേ? പിന്നെ തോന്നും. ഞങ്ങളൊക്കെ ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാ? ഞങ്ങൾ നല്ല മരത്തിന്റെ കൊമ്പൊക്കെ നോക്കി വെട്ടി അതിനകത്ത് കടലാസ് ഇങ്ങനെ ചുരുട്ടി മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അന്തക്കാലം, ഇത് ഇന്തക്കാലം. ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇത് മേടിക്കാൻ കിട്ടുമ്പോ നമ്മളത് മേടിച്ചാണ്ട് ഇനി ഇഷ്ടം പോലെ തൊങ്ങൽ ഇതിനകത്ത് തൂക്കാനുണ്ട്. എവിടെയാ? അംഗീകരിക്കരുത് ഓരോ കാര്യങ്ങള്. ഒന്നുകൂടെ പോയി സൂച്ചിറ. ആരോഗ്യം കളയാന്ന് മാത്രം. ഒന്നുമല്ല, കണ്ടോ കത്താൻ പോകുന്നുണ്ടോ? എന്ത് കാര്യമായിട്ട് സത്യം പറഞ്ഞ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ക്രിസ്മസിന്റെ രാവിലെ നമുക്ക് എല്ലാം കൂടെ ഇവിടുന്ന് പുറത്തോട്ട് ഒരു യാത്ര പോകാനായിരുന്നു. എന്നിട്ട് പ്ലാൻ മാറ്റിയ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട്. വേണ്ട ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഉള്ളതാണ്. എന്നിട്ട് ഏട്ടൻ എന്തെങ്കിലും തിരക്കെന്ന് പറഞ്ഞു പോകും. ഞങ്ങൾ ഇവിടെ വായുമ്പോഴേക്കും ഇങ്ങനെ അതൊക്കെ ഡ്യൂട്ടി ഉള്ള സമയത്തല്ലേ. അയ്യോ, എന്നിട്ട് ഏട്ടൻ എല്ലാ ദിവസവും വീട്ടിൽ ഇരിക്കുന്നുണ്ടാ? എന്തൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാറുണ്ട്? വേണ്ട ഏട്ടൻ, ഞാൻ ആ തന്ന ലിസ്റ്റ് പ്രകാരം സാധനങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമോ? സൂപ്പർ കേക്ക് ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ എന്തെങ്കിലും സാധനം ഇല്ലെങ്കിൽ ഇല്ലെന്നും പറഞ്ഞ് വരരുത്, വേറെ കടയിൽ പോയി വാങ്ങിച്ചോണം. കേക്കിന്റെ സാധനങ്ങള് ആര് ആരെന്ന് ചോദിക്കണ? ഞാൻ ഉണ്ടാക്കിയ കേക്ക് ചേച്ചി കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. ഉണ്ടാക്കൂന്നൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെ ഇവിടെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറ്റം പറയരുത്. ഇന്ത്യയിലെ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കിയാരാണ്? ഒരു മലയാളിയാണ്. എന്തിനിപ്പോ ഈ കേക്ക് ഒരു നേരം തിന്നാൻ വേണ്ടി വീട്ടിൽ കേക്ക് കടയിൽ നിന്ന് മേടിച്ചാ പോരെ? ചേച്ചി കടയിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ അടുക്കള?
നല്ലൊരു ദിവസം ആകുമ്പോ അടുക്കള പുകയണം. ഒരു മാതൃകാ ദമ്പതികളാണ് ഞങ്ങള്. അപ്പൊ അവള് ഒരു കാര്യം ചെയ്യുമ്പോ നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ. ഇവള് ഓണത്തിന് പുറത്ത് സദ്യ പഠിക്കാൻ പറഞ്ഞോളാം. പറഞ്ഞ ടീമാണ്. എന്നാലും ലില്ലി കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി എന്നെ കളിയാക്കൊന്നും വേണ്ട. എന്താ 6 വയസ്സിൽ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 6 വയസ്സിൽ. ഏട്ടൻ അങ്ങനെ കളിയാക്കില്ല. കേക്ക് മാത്രമല്ല, കേക്കും വൈനും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൊടുങ്ങാവളക്കാരില്ലേ, ആ ബസാറിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കേക്കും വൈനും കൊണ്ട് കൊടുക്കുമ്പോഴാണ് അവര് ക്രിസ്മസ് വന്നതെന്ന് അറിഞ്ഞു. അപ്പൊ അമ്മ കേക്കും വൈനൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. നാട്ടുകാരൊക്കെ ക്രിസ്മസ് ഒക്കെ നിങ്ങൾ ആരും എന്നെ കളിയാക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലീറ്റോ, എന്താണ് ചേച്ചി, ക്ലീറ്റോ ചേട്ടനോ റൊണാൾഡോ ചേച്ചനോ വരുമ്പോ ചോദിച്ചു. ചോദിക്കും ഓടിപ്പോയി. അത് വാങ്ങിക്കാൻ മറക്കല്ലേ ഏട്ടാ. ഞാൻ ഞെട്ടിക്കും നിങ്ങൾ. എന്റെ പൊന്നെ ഇതൊക്കെ കാണണം. ഒരുത്തൻ അവിടത്തെ ട്രീയിൽ ലൈറ്റ് ഇടാനുള്ള തള്ളു, ഇവിടെ കേക്കിന്റെയും വൈനിന്റെയും തള്ളു. ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ മോളെ. ജീവിക്കണ്ട പോ. അമ്മ കേക്ക് എപ്പോഴാണ് ഉണ്ടാക്കി തുടങ്ങുന്നത്? ഞാൻ കേക്ക് ഉണ്ടാക്കുകയും ചെയ്യും, ഞങ്ങൾ എല്ലാരും തിന്നുകയും ചെയ്യും. നിനക്കൊരു കഷ്ണം കേക്ക് എന്റെ കയ്യിൽ ഞാൻ തരത്തില്ല. നീ പെറ്റ തള്ളേനെ കളിയാക്കുന്നവളാ. അമ്മേ ക്രിസ്മസ് സാന്റയുടെ ലോട്ടിട്ടല്ലേ? എന്ത് സാന്റ? ക്രിസ്മസ് ഉണ്ട്. എന്താ മറ്റേ ലോട്ടിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നേ? ക്രിസ്മസ് ഫ്രണ്ട്. അതെന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് നമ്മള് ഈ ഒരു ലോട്ട്, നമ്മൾ ഈ പേപ്പറിനകത്ത് നമ്മൾ ഓരോരുത്തരെ പേരെഴുതും. നമ്മുടെ ഇവിടുത്തെ വീട്ടിലുള്ള അപ്പൊ എന്നിട്ട് നമ്മള് ഇങ്ങനെ കുലുക്കി ലോട്ടിടും. ലോട്ടിട്ടിട്ട് എല്ലാരും ഓരോ പേപ്പർ എടുക്കണം. അപ്പൊ ഇപ്പൊ തങ്കമാമിക്ക് എന്നെ കിട്ടിയെങ്കിൽ തങ്കമാമി സർപ്രൈസ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് അടിച്ചു തരണം. അപ്പൊ എനിക്ക് അമ്മയെ കിട്ടിയെങ്കിൽ ഞാൻ സർപ്രൈസ് ആയിട്ട് അമ്മ ഗിഫ്റ്റ്. സർപ്രൈസ് ഈ വീട്ടിൽ എങ്ങനെ സർപ്രൈസ് നടക്കാനാ? നമ്മൾ എന്ത് മേടിച്ചാലും ഇവിടെ ഉള്ളവരറിയും. അങ്ങനെ അറിയരുത്. അല്ല അപ്പൊ ഞാൻ വേറെ അഞ്ചുകിട്ടെ. ശരി, ഇപ്പൊ അങ്ങനെ ചെയ്തെന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ ഇവക്കാണ്, ഇവളാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇവക്ക് ഞാനാണ് കിട്ടിയെന്ന് വെച്ചോ. അപ്പൊ ഞാൻ എന്തായാലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. ഇവള് തന്നില്ലെങ്കിലോ? ഞാൻ തരും. തന്നില്ലെങ്കിലോ? ഞാനാണെങ്കിൽ തരും. തുടക്കത്തില് നെഗറ്റീവ് അടിക്കാൻ രണ്ടുപേരുടെ കൊടുക്കണം. അതിപ്പോ ഒരു ഇതല്ലേ, അത് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിപ്പോ എല്ലാരും ഉണ്ടോ? നമ്മൾ എത്ര പേരുണ്ട്? നമ്മളെല്ലാവരും 3 4 ഞങ്ങള് 4 പേര്. ഓക്കെ ശരി. എന്നാ നീ ഇതാക്ക്, പേപ്പറൊക്കെ കീറി എഴുതി. ഞങ്ങള് വരണോ? ഞാൻ ചെയ്ത് വിളിക്കാം. ആ ഈ പിള്ളേര് കൊറേ നേരം ആയല്ല എന്ത് പരിപാടിയും കൊണ്ടിട്ട് എഴുതുവാ. ഞാൻ പോയി എത്തി നോക്കിയപ്പോഴത്തേന് ഓടിച്ചല്ലേ. ഇത് സത്യം പറഞ്ഞാൽ ഈ പള്ളിക്കൂടത്തിലാണ് ഇപ്പൊ പല പരിപാടികളും അവിടെ നിന്നാണ് തുടങ്ങണത്. ഈ മറ്റേ എന്തോന്ന് ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ, മറ്റേ ഡേ, മറിച്ച ഡേ, മാങ്ങാത്തൊലി, ഇത് വെറുതെ പൈസ നമ്മളെ കൊണ്ട് ചെലവാക്കി. ഇത് പള്ളിക്കൂടത്തിലൊന്നും അല്ല, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ഫാദേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ സ്കൂളിൽ തന്നെ ആയിരിക്കും. ഓരോന്നും ഓരോ ഇടത്താണ്. ഈ ക്രിസ്മസിന്റെ ബന്ധപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ കോർപ്പറേറ്റുകളും എല്ലായിടത്തും നടക്കാറുണ്ട്. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളും പ്രതികളുമായിട്ട് പ്രതികളല്ലല്ലേ? പ്രതികൾ അവിടുത്തെ ജീവനക്കാരല്ലോ, ജീവനക്കാരിലൂടെ ചെയ്യാറുണ്ട്. എന്നാലും ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലുണ്ട്. അതെയോ? അപ്പൊ നിങ്ങൾക്ക് അവിടെ മേടിക്കണമല്ലോ. തുറന്ന് പേര് വായിക്കാമോ? നമ്മളാദ്യം ലോട്ടിടും. ഒരാൾ ലോട്ടിടണം, എന്നിട്ട് എല്ലാരും ഓരോന്ന് എടുക്കണം. അപ്പൊ എല്ലാവർക്കും ആരുടെയിലൊക്കെ പേര് കിട്ടുമല്ലോ, ആ ആൾക്ക് നമ്മള് ഗിഫ്റ്റ് മേടിച്ചു. അപ്പൊ എനിക്ക് ആരുടെ പേര് കിട്ടുന്നോ ആ ആൾക്ക് ഞാൻ സമ്മാനം മേടിച്ചു കൊടുക്കും. ഇപ്പൊ എനിക്ക് അച്ഛനെ കിട്ടിയെങ്കിൽ അച്ഛന് മേടിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ തക്കുടൂര് കിട്ടിയെങ്കിൽ തക്കുടൂര് മേടിച്ചു. പറയാൻ പാടില്ലല്ലേ? പറയാൻ പാടില്ല. ഇപ്പൊ കിട്ടുമ്പോ പറയാം, സമ്മാനം കിട്ടുമ്പോ നമ്മൾ അറിയാവോ? എപ്പോ പറയാം, എപ്പോഴാ ഇത് നമ്മളിത് കൊടുക്കണം, സമ്മാനം കൊടുക്കണം? ക്രിസ്മസിന്റെ അന്ന് വൈകുന്നേരം അല്ലേ? ക്രിസ്മസ് പപ്പ വന്ന് പോയിട്ട് കൊടുക്കാം. പഞ്ഞു പോകുന്നതിന് കരോള് കഴിഞ്ഞിട്ടോ? കരോള് കഴിഞ്ഞിട്ട്. ആ എന്തെങ്കിലും ഇല്ല, അപ്പൊ ഇത് ആരാണെന്ന് അറിയണ്ടേ ഒക്കെ? അത് ആ സമയത്ത് അങ്ങ് പോയിക്കളായിരുന്നു ക്ലീറ്റോ ചേട്ടൻ. ഞാൻ ഇവിടെ പോയി എവിടെ പോവാൻ? ഈ ജാട പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിന്നെ എവിടെയും പോവാനില്ലല്ലോ. അത് നീ തീരുമാനിച്ചാൽ മതിയോ പോവാനില്ലേ ഉണ്ടാവുന്നൊക്കെ ഉള്ള? ഇപ്പൊ ചേച്ചിക്കല്ലേ ബിസി, അതുകൊണ്ട് പറഞ്ഞതാ. ഇതിപ്പോ ആരാഴ്ചയായിട്ട് എടുക്കണം? നീ എടു, നിനക്ക് വേറെ കുലുക്ക് കുലുക്കണം നല്ല പോലെ. നല്ലോണം കുലുക്ക്. ക്ലീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കള്ളത്തരം കാണിക്കും.
ഞാൻ എടുക്കണില്ല. ആരെങ്കിലും എടുക്കണില്ല. എടുക്ക് ക്ലീറ്റോ, ഞാൻ വെറുതെ പറഞ്ഞു. എല്ലാരും എടുത്തിട്ട് ലാസ്റ്റ് മതി എനിക്ക്. ദൈവമേ, അറിയാതെ പറഞ്ഞതാ. അറിയാതെ പറഞ്ഞല്ല, നീ മനഃപൂർവ്വമാണ്. ഞാൻ എടുക്കണില്ല. ആരെങ്കിലും എടുത്തിട്ട് എനിക്ക് ലാസ്റ്റ്. ഞാൻ തൊടൂല. ഞാനൊരു കാര്യം, എന്റെ ആളെ എടുത്തിട്ട് ബാക്കി മതി. എന്റെ ആളെ ഞാൻ തൊടൂല. എല്ലാത്തിനും ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ ക്ലീറ്റോ. അങ്ങനെയല്ലേ പിള്ളേര് പ്ലാൻ ചെയ്ത് തള്ളമാര് കുറച്ച് അടങ്ങണ്ടേ. ലാസ്റ്റ് ഞാൻ ഉണ്ടെങ്കിൽ മതി. മിണ്ടണില്ല, എടുത്തോ, ഞാൻ അറിയാതെ പറഞ്ഞു. നിങ്ങൾ നടങ്ങ്. ആളെ ഉட்கார்ந்து ഇല്ല, ഞാൻ എടുക്കൂല. ചോക്ലേറ്റ് എടടാ. പിള്ളേർക്ക് വേണ്ടി ഞാൻ എടുക്കാം. ആരെങ്കിലും കുലുക്കട്ടെ, കുലുക്കി താടേ. ഇനി ഞാൻ കുലുക്കിയതിന് അതിനും ഞാൻ എന്തെങ്കിലും ഇത് കാണിച്ചെന്ന് പറയും. ഭർത്താവിനാണ് നേരെയും പോകാനും വയ്യ, പുറകെ പോകാനും വയ്യ. എടുത്തോട്ടെ. എടുത്തോളിയാ. കാണരുത് എന്നിട്ട്. വേറെ ആരും കാണിക്കരുത്. അത് തന്നെ, വേറെ ആരെയും നിങ്ങൾ ബാക്കി കണ്ണടച്ചാ. രണ്ടുപേരും കണ്ണടച്ചോ. ബാക്കി കാരണം നമുക്ക് കാണാൻ പറ്റൂല. ഒന്നല്ലേ ഉള്ളൂ. ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത ആളെടുക്ക്. അടുത്തേട്. ഏട്ടനെടുക്ക്. അല്ല എല്ലാരും കുഞ്ഞുങ്ങളൊക്കെ എടുക്കട്ടെ. മക്കളൊക്കെ എടു. എടുക്കടാ. നീ എട്. എട്. രണ്ടെണ്ണുള്ളിൽ എന്തോ ഇത്ര പുലിക്കാൻ? ചുമ്മാ ഇനി ഒരെണ്ണല്ലേ ഉള്ളു. നോക്കിയല്ലാരും നോക്കട്ടെ ചേച്ചി, നോക്കട്ടെ. അയ്യടാ, ഞാൻ നോക്കട്ടെ. എല്ലാരും ചേച്ചി ഒന്ന് കാണട്ടെ ചേച്ചി. അയ്യടാ, കാണിക്കൂല. എല്ലാരെയും പേര് നോക്കി തുറന്നു നോക്കില്ല. ഞാൻ തുറന്നിട്ടില്ല. ഞാൻ ഇനി തുറക്കാൻ പോണേ ഉള്ളൂ. ഇവിടെ മാറിയില്ല, നോക്കരുത്. ഇതല്ല പോടാ. എന്തിനാ മൊത്തം നീ അവിടെ ഇരിക്കണ? ബാക്കി വെച്ചത് ബാക്കി ഇനിയിപ്പം ലൈറ്റ് കത്തിച്ചിട്ട് ബാക്കിയുടെ തൂക്കാം. ഒരു കെട്ടണ്ടായിരുന്നാ? ഒന്നാര് വെള്ളം കുടിക്കാനായിട്ട് ഒത്തോട്ട് പോയി. തളന്നാ നീ അവനിടെ? ഇല്ല, പിന്നെ ചെയ്യാ. അതങ്ങ് ഫിനിഷ് ചെയ്യണ്ടേടാ. ഒരു കാര്യം ചെയ്യുമ്പോ അവന്റെ പൂർണ്ണത വേണ്ടേ? മറ്റേ പഞ്ഞിവിടെ ഉണ്ടായിരുന്നു, അവിടെ ചേർന്നല്ലേ? പഞ്ഞിപ്പം മേടിക്കാം. നീ കുടങ്ങളൊക്കെ പോണല്ലേ? കൊടങ്ങാവളയില് അവിടെ അവളില്ല. അവിടെ എവിടെ പോയി? ക്രിസ്മസ് ആയിട്ട് റോസ്മേരിയുടെ നാട്ടിലെ പുതിയ നവീകരിച്ച പള്ളിയുടെ ആദ്യത്തെ ക്രിസ്മസ്. അപ്പൊ അവരവിടെ ഭയങ്കര ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട്. വല്യപ്പച്ചൻ വന്ന് അവളെ കൊണ്ട് പിള്ളേരെ കൊണ്ടുപോയി. നിനക്കൂടെ പോയിക്കൂടായിരുന്നാ? പോയിക്കഴിഞ്ഞാൽ ഫെസ്റ്റൊക്കെ അല്ലേ, പിള്ളേരെന്തേലും ഒക്കെ വേണമെന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോ അതുകൊണ്ടാ പോവായിരുന്നേ. അപ്പൊ ഇവിടെ വയ്ക്കാനും വയ്യാത്ത അവസ്ഥ. മറ്റേ നറുക്കെടുത്തവർക്ക് സമ്മാനം കൊടുക്കണ്ടേ? അതിന് പൈസ ഇല്ല. ഞാൻ തൂക്കിക്കോളാം. തൂക്കണ്ട, കുഴപ്പമില്ല, മതി. കാണുന്നത് അറിഞ്ഞല്ലത്. ഇന്ന് പണിയൊന്നും ഇല്ലേ അവിടെ? ഇപ്പൊ പണി അവിടെ സൈഡ് ഓട കിട്ടുന്നുണ്ട്. വർഷോപ്പ് 2 ദിവസം തുറന്നില്ല. പിന്നെ 2 ദിവസം പൈസ തരാണ്ടാവും, ഇട്ട് തരാന്നാ പറഞ്ഞത്. പൈസ കിട്ടുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിച്ച് വെക്കണ്ടടാ. നമ്മൾ ഈ 100 രൂപ 100 രൂപയും ചിലവാക്കരുത്. ഒരു 10 രൂപയെങ്കിലും മാറ്റി വെക്കണം. അപ്പൊ ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് സന്തോഷത്തോടെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറ്റൂലേ? വിഷമിക്കണ്ട, ഇതിനുള്ള പൈസ ഞാൻ തരാം. കുറച്ച് പൈസ അവക്കൂടെ അയച്ചോളൂ. പിള്ളേർക്കെല്ലാം വായിച്ചു കൊടുക്കും. കർത്താവേ, കാത്ത് ഗതികേട് കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. ആശ്വാസമായി. അല്ലേലും ഇത്രയും പുൽക്കൂടെ ഒരിക്കൽ കർത്താവിനെ കൈവിടത്തില്ല. നിങ്ങളുടെ സ്കൂളിൽ ക്രിസ്മസിന്റെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാ പരിപാടി? അത് കഴിഞ്ഞു.
ആരായിരുന്നു? എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യത്തിന് ചെയ്യാറ്. ആദ്യത്തിന് നീ എന്താ മറ്റേ നിനക്കെന്തോ തന്ന ആദ്യത്തിന്? എനിക്ക് ആദ്യത്തിന് അവന് എന്നല്ലേ തന്നെ. അല്ല വേറെ നിനക്ക് ആരായിരുന്നു തന്ന? എനിക്ക് ഏതു വന്നു. ഏതു എന്തോ വന്നു? ഏതു എന്തോ മേടിച്ചു തന്ന നിനക്ക് ഗിഫ്റ്റ് വന്ന? ഇത് മറ്റേ ചെറിയ കാറുണ്ടല്ലോ. പിന്നെ ഇപ്പം നമ്മളിവിടെ ഇപ്പം നറുക്കെടുത്തൊക്കെ അല്ലേ പേര്, അത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഡാഡി ഇനി പൈസ തരണമല്ലോ മോനും. അപ്പം അത് ആരാണെന്ന് പറഞ്ഞാൽ ആ ആളിനനുസരിച്ചിട്ടുള്ള ഗിഫ്റ്റ് ഡാഡി മേടിച്ചു തരാം. ആരാ? ഡാഡിയുടെ നമ്പര് കയ്യിൽ വെച്ചിരുന്നാ മതി. ഞാനേ പറയത്തില്ല. ആൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങാനുള്ള പൈസ എൻ്റെ കുടുക്കിയ കിടക്കും. കടന്നോട്ട് തികയാതെ വരുമ്പോൾ ഡാഡിയെ വിളിച്ചോളൂ കേട്ടോ. അമ്മയുടെ ആരാ മക്കളെ? അമ്മയ്ക്ക് ആരെ കിട്ടിയെന്ന് ഡാഡിക്ക് അറിയണോന്ന്. അമ്മയ്ക്ക് ആരെ കിട്ടിയെന്ന്? അമ്മയെ കിട്ടിയത് ഞാൻ തന്നെ, കെട്ടിപ്പോയി. അതെനിക്കും അറിയാം. ഞാൻ ചോദിച്ചൊന്നുമില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ഒന്നും പറഞ്ഞില്ല. അവൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അയ്യാ, മുഖം കണ്ടാൽ അറിയാന്നോണയാന്നാ. എന്ത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്താടാ? എന്താ ഗിഫ്റ്റ്? അമ്മയ്ക്ക് ആരെ കിട്ടിയെന്നൊന്ന് ഡാഡിക്ക് അറിയണോന്ന്. അതെന്നോട് ചോദിച്ചാ പോരെ പൊന്നെ, ഞാൻ പറഞ്ഞു തരൂലേ. ഞാൻ അവനോട് ചോദിക്കായിരുന്നു അവൻ്റെ ആരാന്ന് വെച്ചാൽ ഗിഫ്റ്റ് മേടിക്കണമെങ്കിൽ. അപ്പൊ അവൻ്റെ പൈസ വേണം, വലിയ പൈസക്കാരൻ. ക്ലീറ്റോന്റെ പറയോ ഒന്ന് എന്നോട്? ക്ലീറ്റോന്റെ പറയോ? എന്നാ ഞാൻ പറയട്ടെ, ക്ലൂ പറയാം. നല്ല മുടിയുണ്ട്. നല്ല മുടിയുണ്ട്. ഞാൻ ആളെ എങ്ങനെ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ കാണിക്കും. അമ്മ ഇല്ലല്ലോ. അമ്മേ അങ്ങനെയൊക്കെ വിളിക്കും. നമ്മുടെ വീട്ടിലല്ല, ഫേമസാ. കലാകാരൻ, കല ഉള്ളിലുള്ള ആളാ. 10 ആൾ അറിയപ്പെടുന്ന ഒരു കലാകാരനായ ഒരാൾ. പിന്നെ അങ്ങനെ അല്ലാതെ പിന്നെ പൊതുസമൂഹത്തിന് അറിയാവുന്ന ഒരാള്, കലാകാരൻ എല്ലാം ഉള്ള ആളാണ് ഞാനല്ലേ. തമ്പിയണ്ണൻ. ഓ എനിക്കാരെന്ന് പറയട്ടെ? സുലു. അയ്യോ ഭയങ്കര കാര്യം. ശരിക്കും ഞാൻ പറയാം. എനിക്കറിയണ്ട. ഞാൻ പറയും. ഓ ഞാൻ പറയും. വേണ്ട. ഞാൻ പറയും. പറയണ്ട. ക്ലീറ്റസ് മത്തായി. എനിക്ക് തങ്കം. തങ്കം. നിങ്ങൾക്ക് നാണാവൂല്ലേ ക്ലീറ്റോ ഈ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് ചോദിച്ചോണ്ട് നടക്കാൻ? അത്ര പോലും സഹിക്കാൻ പറ്റണില്ല അല്ലേ? കരോള് വന്നു കഴിയുമ്പത്തേന് സമ്മാനം കിട്ടുമല്ലോ, പറഞ്ഞാ പോരെ? ഞാൻ കൊച്ചിനോട് ചോദിച്ചത് അവന് സമ്മാനം മേടിക്കണ പൈസ കൊടുക്കണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ അവന് പൈസ വേണ്ടെന്ന് പറഞ്ഞു. തികയാതെ വരുമ്പോ എങ്ങാണ്ട് എന്റെ അടുത്ത് നീ ചോദിക്കണം പൈസ. എന്തിന് ഞാൻ കൊടുക്കൂല. പറയണ്ടേ? സ്വന്തം തന്തയോട് പറഞ്ഞില്ലേ പിന്നെ ആരോട് പറയും? തന്തേനോട് പറയാൻ പാടില്ലാത്തത്. ചായ കുടിക്കുന്നിരുന്നു. ഇതിന് എത്ര വയസ്സാന്ന് ആർക്കറിയാം? വളർന്നോറും കീഴ്പോട്ട് വരികയാണ്. ഉയരത്തിലോട്ട് ചെല്ലും തോറും കടുപ്പം കൂടി പറയണ്ടേ? അതുപോലെ എന്ത് ബോധക്കേട് വരും? പ്രായം ബോധക്കേട് വരും. ഒന്നുമില്ല, ഒരു ബോധക്കേടും ഇല്ല. തക്കടു ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാളെയാണ് ആരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിനക്ക് പറ്റുമോ? വേണ്ട, നീ പറയണ്ട. എനിക്കും പറയാൻ സൗകര്യമില്ല. അങ്ങനെ ഇരുന്നോട്ടെ. അങ്ങനെ പറയല്ലേ, പറ. വേണ്ട, പോ പ്ലീസ് പറ.
അപ്പൊ ഇനി ഗിഫ്റ്റുകൾ കൊടുക്കാലോ. ആ ആർക്കൊക്കെ കിട്ടിയേ? ആരാർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഗിഫ്റ്റ് കൊടുക്കട്ടെ. ആയിക്കോട്ടെ. ഉദ്ഘാടനം പോലീസ് സേവനം തന്നെ നടത്തണം. ഇപ്രാവശ്യത്തെ എന്റെ ക്രിസ്മസ് സമ്മാനം ആർക്കാ? ആർക്കാ? ഓ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ വരുള്ളൂ. ക്ലീറ്റസ് മത്തായിയുടെ പെങ്ങൾ എന്റെ ഭാര്യ ലില്ലിക്ക്. അതെന്താന്ന് കാണും. അതെന്താന്ന് കാണും. ദൈവമേ എനിക്ക് കിട്ടിയാ മതിയായിരുന്നു. കാരണം അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടായാലും ഇത് തുറക്കണ്ട ഇടർക്ക് ഇങ്ങനെയൊക്കെ പൊട്ടിച്ചു വെച്ചേക്കുന്നത്. സമ്മാനം കൊടുക്കുമ്പോ ഇങ്ങനെയല്ലേ കൊടുക്കേണ്ടത്? സമ്മാനത്തിൻ്റെതായ രീതികളുണ്ട്. ഇതുപോലെ തന്നില്ലേട്ടോ. എടുക്കണത് വരെ ആകാംക്ഷ നിൽക്കണ ഉള്ളിൽ. അതെ അതെ. അതെ അതെ. ഇന്നലാണ് നോക്കലില്ല മോളെ. ശ്രീലങ്ക. അയ്യോ അടിപൊളി അടിപൊളി. ഭയങ്കരായി. അപ്പൊ നാളെ ക്രിസ്മസ് ദിനത്തിൽ ചിലങ്ക കെട്ടിട്ട് വരുന്നു. നിനക്കാരാ കിട്ടിയത്? എനിക്കറിയണോ എന്തോ. അപ്പൊ ഇനി തക്കുട് ആരൊക്കെ കൊടുക്കുന്നേ? നീ അത് നമുക്ക് പിന്നെ പൊട്ടിക്കാം. ഇനി ആർക്കാ? മക്കൾ ഞാൻ അമ്മയ്ക്ക്. ഇനി നമ്മുടെ സ്വന്തം മെമ്പർ മഹിള പ്രമുഖ ആർക്കാണെന്ന് നോക്കാം. ഇപ്പൊ അറിയാം. ഇത് അച്ചമ്പിക്കാണ്. അച്ചമ്പിക്ക് ഇത് ഭയങ്കര ഹാപ്പി ക്രിസ്മസ്. ആ മെറി ക്രിസ്മസ്. ഇനി ആർക്കാ? ഇനിയിപ്പോ ഏട്ടൻ കൊടുത്തതല്ലേ. പിള്ളേര് കൊടുക്കും. പിള്ളേര്. അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ ചേച്ചി. എന്റെ മക്കൾ അങ്ങനെയാ, അവരങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഇനി ക്ലീറ്റോയ്ക്കും. അപ്പൊ നിങ്ങളാണ് അങ്ങോട്ട്. ക്ലീറ്റോന്റെ ആരാ? എന്റെ സമ്മാനം റൊണാൾഡോയാണോ? എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓ മച്ചമ്പി. പ്രിയപ്പെട്ട മച്ചമ്പിക്ക് തന്നെ. മച്ചമ്പി ഹാപ്പി ക്രിസ്മസ്. ഓ ഇത് മണി വലിയ Happy ഗിഫ്റ്റ് ആണല്ലോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അത് പോലീസുകാരനാവുമ്പത്തേക്ക് നീ അത് വെച്ചിട്ട് SI ആവുമ്പോ അത് വെച്ചോണ്ട് അത് കൊള്ളാം. നോക്കട്ടെ. എന്റെ ആ പിന്നല്ല. ഇതെന്തോ സാധനം വെച്ചല്ലോ. ഉണ്ടോ? ഗിഫ്റ്റ് അല്ലേ സാരമില്ല. അല്ല എനിക്ക് ഉപകാരപ്പെടുന്നത്. താങ്ക് യു മച്ചമ്പി. ഹാപ്പി ക്രിസ്മസ്. പക്ഷെ അത് പഴയതുപോലെ ഇരിക്കുന്നു. ഓ തുടങ്ങി. എന്ത് തുടങ്ങി? ദിവസമാണ്. പാർട്ടി ഓഫീസിലേക്ക് ഫാൻ. മച്ചമ്പിയുടെ ജീവാത്മാവും പരമാത്മാവും ഈ പാർട്ടിയല്ലേ. ഗിഫ്റ്റ് മേടിക്കാൻ എനിക്ക് പൈസ ഒന്നുമില്ലടാ. കൊള്ളാടാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സന്തോഷം. ഇതിപ്പോ ചേരേണ്ട പോലെ അങ്ങ് ചേർന്നു. അത്രേ ഉള്ളൂ. അതൊന്നുമില്ലടി. എല്ലാരെ കൊണ്ടും പറ്റും പോലെ സമ്മാനം കൊടുക്കും. സമ്മാനമല്ലേ, സന്തോഷമല്ലേ, സമാധാനമല്ലേ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. Aliens